പക്ഷേ മിനിസ്റ്റർ, ഈ വിവാദങ്ങളും ആ വിവാദങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് 2019 ശബരിമലയിൽ സ്വർണം പോറ്റിയുടെ നേതൃത്വത്തിൽ കവർന്നിട്ടുണ്ട്, അത് ഉരുക്കിയെടുത്തിട്ടുണ്ട്, അത് ചെമ്പ് പാളിയാക്കി മാറ്റി, അങ്ങനെ വ്യാജ മഹസറുണ്ടാക്കി ഉന്നത ഉദ്യോഗസ്ഥരുടെ. ഇത് അടിസ്ഥാനപരമായ ആ വിവാദം ശരിവെക്കുകയാണ്. അവിടെ സ്വർണം കവർന്നു, ഒരു മോഷണം നടന്നു എന്ന് വരുന്നു. അത് യഥാർത്ഥത്തിൽ പൊതുബോധം മറ്റൊരു തരത്തിൽ സൃഷ്ടിക്കുന്നില്ലേ? അമ്പലക്കൊള്ള നടക്കുന്നു എന്ന ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ച് ഈ സംഘ് പരിവാറിൻ്റെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ ആകെ പ്രചരണം എന്താണ്? കേരളത്തിലെ ദേവസ്വങ്ങളിൽ ആകെ കൊള്ളയാണ് എന്ന മട്ടിലേക്കൊരു പ്രചാരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഈ തരം ഒരു പ്രതീതി സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തെ കൊണ്ടും കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഈ വിവാദം കൊണ്ടും സാധിച്ചില്ലേ? അങ്ങനൊരു അപകടം ഇതിനകത്തില്ലേ? ഇല്ല, കേരളീയ സമൂഹം ഇക്കാര്യമെല്ലാം വിവേകശാലികളായ ജനങ്ങൾ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന രംഗത്തും വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, മതനിരപേക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലഘട്ടം കുറ്റമറ്റ രൂപത്തിൽ സംഘടിപ്പിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞു. 53,60,000 പേർ പങ്കെടുത്തു. അന്ന് പ്രതിപക്ഷ നേതാവും BJP നേതാക്കന്മാരും എല്ലാം ശബരിമല വെച്ച് തന്നെ കുറ്റമറ്റ സംഘാടനം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തൃശ്ശൂർ പൂരം കഴിഞ്ഞ വർഷം നടത്തിയത് ആ രൂപത്തിൽ വളരെ ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിയും. ആറ്റുകാൽ പൊങ്കാല ആ രൂപത്തിൽ സംഘടിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ എല്ലാ ഉത്സവങ്ങളായിരുന്നാലും അവിടുത്തെ മറ്റ് വികസന കാര്യങ്ങളായിരുന്നാലും ആ രൂപത്തിൽ പോകുന്ന സ്ഥിതിവിശേഷം. അതേസമയത്ത് ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. 980 നയനാർ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 981 ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയി. ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ആ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയപ്പോൾ വിശ്വാസി സമൂഹങ്ങളെല്ലാം വല്ലാത്ത വിഷമത്തിലായി, വേദനയോടുകൂടി അത് കണ്ടിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി NK നായനാരും അതുപോലെ ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണനുമായിരുന്നു, വൈക്കം വിശ്വനായിരുന്നു അവിടുത്തെ MLA. അന്ന് അവരെല്ലാം ചേർന്ന് നടത്തിയ നേതൃത്വപരമായ ഒരു പങ്കുമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി, ആ ഏറ്റുമാനൂരപ്പനെ പിടിച്ചുകൊണ്ടുപോയ പ്രതികളെ പിടികൂടിയാൽ ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണൻ ഒരു പൂച്ചെണ്ട് നൽകാം എന്നായിരുന്നു സഭയിലൊരു വെല്ലുവിളി. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന TK രാമകൃഷ്ണൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. അദ്ദേഹം തന്നെ നേരിട്ട് ഈ കാര്യമെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് അന്നത്തെ ടെമ്പിൾ സ്ക്വാഡ് DYSP വിശ്വംഭരണ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പോലീസ് ടീം അന്വേഷണം നടത്തി. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ കൊട്ടാരക്കരയിലെ ഒരു വെറ്റിലത്തോട്ടത്തിൽ നിന്ന് ഏറ്റുമാനൂരപ്പനെ കണ്ടെടുക്കുകയും അതവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചതാരാണെന്ന് പരിശോധിച്ചെത്തിയപ്പോൾ പാറശാലക്കാരൻ INTUCയുടെ നേതാവ്, ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ ഉണ്ടയായി നടന്നിരുന്ന സ്റ്റീഫനാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ആ സ്റ്റീഫനെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കുകയും ഏറ്റുമാനൂരപ്പനെ കൃത്യമായി ഏറ്റുമാനൂർ കൊണ്ട് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കേരളത്തിൽ ഉള്ളത്.